അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ആജന്മ ശത്രുക്കളെ പോലെ നിന്ന ആദിലയും അനീഷും തമ്മിൽ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി അവർ സുഹൃത്തുക്കളായിരിക്കുകയാണ്. ഇന്നലെ ജയിലിൽ ഇരുവരും പോകുന്ന സമയത്ത് ഒരു മുട്ടൻ ഫൈറ്റ് തന്നെ നടക്കും, അല്ലെങ്കിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് മാറും ഒരുപക്ഷെ ബിഗ് ബോസ് ജയിൽ എന്നാണ് ഒരുപാട് പ്രേക്ഷകർ ചിന്തിച്ചിരുന്നത്. എന്നാൽ ജയിലിൽ അവർ വളരെയധികം സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അനീഷേട്ടൻ്റെ കോയിൻ ഞാനാണ് എടുത്തത് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട്, അതെനിക്ക് അറിയാമായിരുന്നു. അതിൽ വീണ്ടും അതെങ്ങനെയാണ് ചേട്ടനെ മനസ്സിലായത്, ഷാനവാസിക്ക പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് എൻ്റെ ഡ്രോ തുറന്നെടുക്കണമെങ്കിൽ ഒന്നുകിൽ ആദില ആയിരിക്കും എന്നത് എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. കാരണം ഓരോ തവണ പാത്രം കൊട്ടിയതും കയ്യിൽ ഫോം വരുത്തിയതുമൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ആദിലയാണ് എന്നത് എനിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദില പറയുന്നത്, ഇതൊക്കെ ഞാൻ ചെയ്തത് കൊണ്ട് ഞാനാണ് എന്നുള്ളത് ചേട്ടൻ വിചാരിച്ചോ എന്ന്. അതിനുശേഷം ആദില പറയുന്നുണ്ട്, രാവിലെ പീസ്ഫുൾ ആയിരിക്കുന്ന ഒരു ടൈമാണ്, ആ സമയത്ത് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആവുന്നുണ്ട്, വളരെയധികം ദേഷ്യം വരുന്നുണ്ട്, ഭയങ്കരമായും ദേഷ്യം വരുന്നത് കൊണ്ടാണ് ഞാൻ അത്തരത്തിലൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അനീഷ് പറഞ്ഞിട്ട്, എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്, എൻ്റെ അനിയൻ എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, രാവിലെ എഴുന്നേൽപ്പിക്കാനായിട്ട് എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും എഴുന്നേൽക്കുക വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇത്തരത്തിൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നത്, നിങ്ങളോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ലേ എന്നുള്ളതൊക്കെ അനീഷ് പറയുന്നുണ്ട്. ആ സമയത്ത് ആദില പറഞ്ഞിട്ട്, ഞങ്ങളോട് ചേട്ടന് സ്നേഹമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അനീഷ് വീണ്ടും പറയുന്നുണ്ട്, പിന്നെ നിങ്ങളോട് സ്നേഹമില്ലാതിരിക്കുമോ എന്നുള്ളതൊക്കെ പറയുമ്പോൾ ആദില പറഞ്ഞിട്ട്, പിന്നെ എന്തിനാണ് ചേട്ടൻ നൂറയുടെ മുഖത്ത് നോക്കി നൂറയെ എനിക്ക് ഇഷ്ടമല്ല എന്നത് പറഞ്ഞത് എന്നുള്ളത്. എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു സമയം കഴിഞ്ഞതോടുകൂടി ആദിലയും നൂറയേക്കാൾ ഉപരി ആദിലയാണ് ഒന്നുകൂടി അനീഷിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കാനായിട്ട് തുടങ്ങിയത്, അതായത് അനീഷിനോട് ട്രിഗർ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതിനുള്ള പ്രധാന കാരണത്തിൽ ഒന്ന് ഈ പറഞ്ഞ ഒരു കാര്യം തന്നെയായിരിക്കും. ഒരുപക്ഷെ നൂറയുടെ മുഖത്ത് നോക്കിയിട്ട് അനീഷ് നൂറയെ തനിക്ക് ഇഷ്ടമല്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് നോക്കി അങ്ങനെ ആരും ഇതിനു മുൻപ് പറഞ്ഞിട്ടില്ല, അത് അവൾക്ക് വളരെയധികം ഹേർട്ട് ചെയ്തു എന്നുള്ളത് ആദില പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആദില ഇത്തരത്തിൽ അനീഷിനോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയത്. നൂറയും ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് അനീഷിനോട് ഇത്തരത്തിൽ ബിഹേവ് ചെയ്ത് തുടങ്ങിയത്. അതിനു മുൻപൊക്കെ അനീഷേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായി എടുത്തുകൊണ്ട് നടന്ന രണ്ടുപേരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദിലയും നൂറയും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം അനീഷിനോട് അത്രത്തോളം പ്രൊവോക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. എന്തായാലും അനീഷ് പറയുന്ന കാര്യങ്ങൾ എല്ലാം കേട്ടുകൊണ്ട് ആദിൽ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സത്യത്തിൽ രണ്ടുപേരുടെയും മനസ്സ് ശുദ്ധമാണ്, രണ്ടുപേരും നിഷ്കളങ്കരാണ് എന്നത് ഇന്നലത്തെ ആ ഒരു ജയിലിനുള്ളിലുള്ള രണ്ടുപേരുടെയും കോൺവെർസേഷൻ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആദിലയ്ക്ക് സത്യത്തിൽ ആദില ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില പ്രത്യാഘാതങ്ങൾ, ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില ദുഃഖകരമായ അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആതിര ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടറായി മാറിയത്. അതിനിടയിൽ ഏതോ ഒരു ദിവസം പറയുന്ന ഒരു കാര്യം, നൂറിയോട് പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അതായത് ആതിര പറഞ്ഞത്, അനീഷ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ എനിക്കെൻ്റെ തന്തപ്പടിയെയാണ് ഓർമ്മ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആദിലയുടെ ഫാദറിൻ്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ആദിലയുടെ പിതാവിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ആ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു നേച്ചർ, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവ സവിശേഷതകളെല്ലാം തന്നെ അനീഷ് കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാവാം ഒരുപക്ഷെ അനീഷിനോടുള്ള ഈ ഒരു ആദിലയുടെ ബിഹേവിയറിനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്. കാരണം ആദില നൂറിയോട് ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു സംശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആദിലയ്ക്ക് തൻ്റെ പിതാവിൽ നിന്നും നേരിടേണ്ടി വന്നത് ദുഃഖകരമായ, അല്ലെങ്കിൽ സുഖകരമല്ലാത്ത അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആദിലയുടെ പിതാവിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ, അല്ലെങ്കിൽ ആദിലയുടെ പിതാവ് ചെയ്യുന്ന ചില പ്രവർത്തികളോ അല്ലെങ്കിൽ പറയുന്ന ചില വാക്കുകളൊക്കെ അനീഷ് ചെയ്യുന്ന ചില പ്രവർത്തികളോടോ വാക്കുകളോടോ സാദൃശ്യം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആദില അത്തരത്തിൽ അനീഷിനോട് ബിഹേവ് ചെയ്തത് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. എന്തായാലും ഇവർക്ക് കുറച്ചധികം സമയമാണ് ബിഗ് ബോസ് ജയിലിനുള്ളിൽ കഴിയാനായിട്ട് അവസരം കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഉച്ചയോടുകൂടി ഇവരെ ജയിലിനകത്തേക്ക് കയറ്റുന്നു. അതിനുശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒരു 9 മണിയോട് അടുക്കുമ്പോഴാണ് അവർക്ക് ടാസ്ക് തന്നെ കൊടുത്തത്. ആ സമയം വരെയും ഇരുവരും സംഭാഷണത്തിലായിരുന്നു, ഇരുവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇവരുടെ സംഭാഷണം എന്താണ് എന്നറിയാനായിട്ട് ബിഗ് ബോസിന് കൂടി ഒരു വിധത്തിൽ ആകാംക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കാരണം ഇതുവരെ ഏത് കണ്ടസ്റ്റൻസിനെയും ഉച്ചയ്ക്കൊന്നും ജയിലിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരെയും രാത്രിയാണല്ലോ
ജയിലിലേക്ക് വിടുന്നത്. പക്ഷേ ഇവരെ ഉച്ചയോടുകൂടി വിട്ടതിന് ശേഷം ഏകദേശം 9 മണിയോടുകൂടി ടാസ്ക് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അത്രയും സമയം അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസും കരുതി കാണും ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള എല്ലാ സ്വരച്ചേർച്ചയും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് രണ്ടുപേരും പുറത്തിറങ്ങട്ടെ എന്നത്. എന്തായാലും രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ജയിലിനകത്ത് വെച്ച് സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക് മാല കോർക്കൽ ടാസ്ക് ആയിരുന്നു. അതായത് പച്ച, ചുവപ്പ് എന്നീ നിറത്തിലുള്ള 1000 മുത്തുകൾ ഉണ്ടാകും. ഈ മുത്തുകൾ വെച്ചുകൊണ്ട് രണ്ടുപേരും അതായത് ഒരു മാല കോർക്കണം എന്നതായിരുന്നു. അപ്പോൾ ഇതിൽ കോർഡിനേഷൻ വളരെയധികം ആവശ്യമുള്ള ഒരു ടാസ്ക് തന്നെയാണ്. കാരണം ആദ്യം പച്ചമുത്ത്, വീണ്ടും ചുവപ്പ് മുത്ത്, വീണ്ടും പച്ചമുത്ത്, വീണ്ടും ചുവപ്പ് മുത്ത് എന്നുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു മാല കോർക്കേണ്ടത്. അപ്പോൾ രണ്ടുപേരും വ്യക്തിവൈരാഗ്യം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ രണ്ടുപേരും ഉള്ളിൽ ദേഷ്യം വെച്ചുകൊണ്ടോ ഒരിക്കലും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നു. സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനൊക്കെ ഉള്ള ആ ഒരു സീസണിൽ ഈ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഊഹം. എന്തായാലും ജയിലിനുള്ളിൽ ഇരുവർക്കൊപ്പം ഷാനവാസും അനുമോളും അക്ബറും നൂറയൊക്കെ വന്നിരുന്ന് എല്ലാവരും ചേർന്ന് പരസ്പരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട്. സത്യത്തിൽ അവർക്കിടയിൽ തന്നെ നല്ലൊരു സൗഹൃദമുണ്ട്. എങ്കിൽ ഗെയിമിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവർക്കിടയിൽ ചില സ്വരച്ചേർച്ചകളും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളും ഒക്കെ ഉണ്ടാവും. എങ്കിലും എല്ലാവരും അവിടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പിന്നെ നമ്മൾ പുറത്ത് ഫാൻസ്, അനീഷിൻ്റെ ഫാൻസ് അല്ലെങ്കിൽ ആദിലയുടെ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രഡ്ജൊന്നും ഒരിക്കലും അവർക്കിടയിലില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ഇരുവരും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കട്ടെ. കാരണം മുന്നിൽ നിൽക്കുന്നവൻ്റെ ഉള്ളൊന്ന് അറിയാൻ ശ്രമിച്ചാൽ എല്ലാവരും സാധുക്കളാണ്. അതൊരു വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്, വലിയൊരു യാഥാർത്ഥ്യം. എന്തായാലും അനീഷും ആദിലയും രണ്ടുപേരും നല്ല ഗെയിമേഴ്സാണ്. അവരുടെ ഗെയിമുമായി മുന്നോട്ട് പോകട്ടെ, ഒപ്പം അവരുടെ സൗഹൃദവും. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടിച്ചേരുന്നതായിരിക്കും.